ഇവിടെ ഈ മനുഷ്യൻ ഒരു കുഞ്ഞിന്റെ പുതപ്പെടുത്ത് മാറ്റി നോക്കിയപ്പോൾ ഒരു വിചിത്ര രൂപമുള്ള ഒരു കുഞ്ഞിനെ കാണുന്നു. ഉടൻ തന്നെ അതിനെ എടുത്ത് താഴേക്കെറിയുന്നു. വീണ്ടും മറ്റൊരു കുഞ്ഞിനെ എടുക്കുന്നു. അതൊരു മനുഷ്യക്കുഞ്ഞായത് കൊണ്ട് തന്നെ അതിനെ നല്ല കാശുള്ള മുതലാളിമാർക്ക് വിൽക്കുന്നു. വീണ്ടും മറ്റൊരു പുതപ്പെടുത്ത് മാറ്റി നോക്കുമ്പോൾ അത്ഭുതമെന്ന് പറയാം, മീശയും താടിയുള്ള ഒരു കുഞ്ഞ് ഉറക്കെ കരയാൻ തുടങ്ങുന്നു. കൂടാതെ ആ കുഞ്ഞിന് സിക്സ് പാക്കുമുണ്ട്. ഇത് കണ്ട് ഈ വൃദ്ധൻ വളരെ അധികം സന്തോഷമായി. അയാൾ അതിനെ ആർക്കും കൊടുക്കാതെ, ഒന്നും ചെയ്യാതെ അത്ഭുതസിദ്ധിയുള്ള കുഞ്ഞാണെന്ന് കരുതി അതിനെ വളർത്താൻ ആരംഭിച്ചു. അങ്ങനെ അവൻ വളർന്ന് വലുതായപ്പോൾ അവന്റെ ഭാര്യയുമായി കായിക പരിശീലനത്തിൽ ചേർത്തു. ഈ സ്ത്രീ അവനെ ഇടിച്ചിടിച്ച് തള്ളിയിടുന്നുണ്ട്. സഹിക്കട്ട്. അവനെണീച്ച് മുത്തശ്ശീന്റെ മോന്തക്കിട്ട് ഇഞ്ചിക്കുത്ത് കുത്തി. അതിൽ മുത്തശ്ശീന്റെ മോണയടക്കം തെറിച്ചുപോയി. ഈ ഒരു ദേഷ്യത്തിൽ അവനെ ആ വൃദ്ധൻ ഒരു തണുപ്പുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ടു. അവിടെ അവൻ തണുത്ത് മരവിച്ച് വിശന്നിരിക്കുകയാണ്. അന്നേരം അങ്ങോട്ടൊരു പെൻഗ്വിൻ വരികയും അവൻ അതിനെ വേട്ടയാടി ഭക്ഷിക്കുകയും ചെയ്തു. കൂടാതെ അവൻ അവിടുന്ന് പെൻഗ്വിന്റെ തോലും തലയിൽ ധരിച്ചു മാസ് നടത്തം നടന്ന് ആ നാട്ടിലേക്ക് വന്നു. ഇത് കണ്ട് അവിടെയുള്ളവരെല്ലാവരും അന്തം വിട്ട് നിന്നു.